നമ്മുടെ ഭൂമി സൂര്യനെ ചുറ്റി ഭ്രമണം ചെയ്യുന്ന പ്രപഞ്ചത്തിലെ ഏറ്റവും മനോഹരമായ ഗ്രഹം. സൂര്യനിൽ നിന്നുള്ള എനർജിയും ലൈറ്റും ടെമ്പറേച്ചറും ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഗ്രഹം. നമ്മുടെ മിൽക്കി വേ ഗാലക്സിയിൽ കോടാനുകോടി ഗ്രഹങ്ങളുണ്ട്. അവയെല്ലാം നമ്മുടെ ഭൂമിയെപ്പോലെ തന്നെ ഏതെങ്കിലും ഒരു സ്റ്റാറിനെ ചുറ്റുന്നവയാണ്. നക്ഷത്രത്തിൽ നിന്നുള്ള ഊർജവും പ്രകാശവും ടെമ്പറേച്ചറും ഇവയ്ക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ഗ്രഹങ്ങൾക്കും സൂര്യോദയവും അസ്തമയവും അല്ലെങ്കിൽ രാവും പകലും ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ഒരിക്കലും സൂര്യൻ ഉദിക്കാത്ത അല്ലെങ്കിൽ എപ്പോഴും ഇരുട്ടിൽ കഴിയുന്ന ചില ഗ്രഹങ്ങളുണ്ട്. അതിലൊന്നാണ് ശാസ്ത്രജ്ഞർ ഈ അടുത്ത് കണ്ടെത്തിയ OGLE 2016 BLG 1928 എന്ന ഗ്രഹം. ഈ ഗ്രഹം ഒരു നക്ഷത്രത്തെ വലയം വയ്ക്കുന്നില്ല. പ്രപഞ്ചത്തിലൂടെ ഒറ്റയ്ക്ക് അനന്തമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. നക്ഷത്രമില്ലാത്ത ഒരു ഗ്രഹമായതുകൊണ്ട് തന്നെ മുഴുവൻ ഇരുട്ട് നിറഞ്ഞ ഒരു ഗ്രഹമാണിത്. ഇതുപോലുള്ള ഗ്രഹങ്ങളെ റോ പ്ലാനറ്റ്സ് അഥവാ ഇൻ്റർസ്റ്റെല്ലർ പ്ലാനറ്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. നക്ഷത്രങ്ങളെ ആശ്രയിക്കാതെ ഭ്രമണപഥമില്ലാതെ പ്രപഞ്ചത്തിലൂടെ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന ഈ ഗ്രഹങ്ങളെ ശാസ്ത്രജ്ഞർ വളരെയേറെ കൗതുകത്തോടെയാണ് നിരീക്ഷിക്കുന്നത്. വളരെ വിചിത്രമായ ഈ ഗ്രഹങ്ങളിൽ ഒരുപാട് രഹസ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു. പ്രപഞ്ചത്തിലൂടെ സഞ്ചരിക്കുന്ന ഈ റോ പ്ലാനറ്റ്സിൻ്റെ വേഗത ഏകദേശം 30 തൊട്ട് 100 km/s ആണ്. അതായത് മണിക്കൂറിൽ 3 ലക്ഷം കിലോമീറ്റർ വരെ വേഗതയിൽ ഇവ സഞ്ചരിക്കും. എങ്ങനെയാണ് ഇവയ്ക്ക് ഇത്രയും സ്പീഡ് ലഭിക്കുന്നതെന്ന് ഞാൻ വഴിയേ പറയാം. വളരെ ചെറിയ വലിപ്പം തൊട്ട് ജൂപ്പിറ്ററിൻ്റെ വലിപ്പം വരെയുള്ള റോ പ്ലാനറ്റ്സ് ഉണ്ട്. എന്നാൽ എർത്തിനെ പോലെ മണ്ണും പാറയും സമുദ്രവുമെല്ലാം നിറഞ്ഞ റോ പ്ലാനറ്റ്സ് ഉണ്ടാകുമോ? ഉണ്ടെങ്കിൽ അവിടെ ജീവനുണ്ടാകുമോ? അതറിയണമെങ്കിൽ എങ്ങനെയാണ് ഇവ ഫോം ചെയ്യുന്നത് എന്നറിയണം. ഇവ പ്രധാനമായും 2 രീതിയിലാണ് ഉണ്ടാകുന്നത്. മറ്റ് പ്ലാനറ്റ്സ് ഫോം ചെയ്യുന്നത് പോലെ തന്നെ ഏതെങ്കിലും സ്റ്റാർ സിസ്റ്റത്തിൻ്റെ ഉള്ളിലാണ് ഈ ഗ്രഹങ്ങൾ ഫോം ചെയ്യുന്നത്. എന്നാൽ പിന്നീട് ഏതെങ്കിലും വലിയ പ്ലാനറ്റ്സിൻ്റെയോ സ്റ്റാറിൻ്റെയോ ഗ്രാവിറ്റേഷണൽ ഇൻട്രാക്ഷൻ വഴി സ്റ്റാർ സിസ്റ്റത്തിൽ നിന്ന് ഇവ പുറത്തേക്ക് വലിച്ചെറിയപ്പെടും. ഉദാഹരണത്തിന് നമ്മുടെ സോളാർ സിസ്റ്റത്തിൻ്റെ അരികിൽ കൂടി ഏതെങ്കിലും ഒരു വലിയ നക്ഷത്രമോ ഒരു വലിയ പ്ലാനറ്റ്സോ പാസ് ചെയ്യുകയാണെങ്കിൽ അവയുടെ ഗ്രാവിറ്റേഷണൽ പുൾ കാരണം പ്ലാനറ്റ്സിൻ്റെ ഓർബിറ്റിന് വ്യതിയാനം സംഭവിക്കും. അത് സൗരയൂഥത്തിൽ നിന്ന് പുറത്തേക്ക് പോവുകയും ചെയ്യും. നമ്മുടെ സൗരയൂഥത്തിൽ നിന്ന് പുറത്തു കടക്കാനായി വോയേജർ സ്പേസ് ക്രാഫ്റ്റും ഈ ടെക്നിക്കാണ് യൂസ് ചെയ്തത്. ജൂപ്പിറ്ററിൻ്റെ ഗ്രാവിറ്റി ഉപയോഗിച്ച് സ്പീഡ് കൂട്ടുകയാണ് ഉണ്ടായത്. നമ്മുടെ സൗരയൂഥത്തിലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകാം. പണ്ട് സൗരയൂഥത്തിൻ്റെ ഭാഗമായിരുന്ന പല ഗ്രഹങ്ങളും ഇന്ന് പ്രപഞ്ചത്തിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ടാകാം. രണ്ടാമത്തെ രീതി എന്തെന്നാൽ റോ പ്ലാനറ്റ്സ് സ്പേസിൽ തന്നെ ഫോം ചെയ്യും. സ്പേസിലുള്ള ഗ്യാസ് ക്ലൗഡ്സും ഡസ്റ്റും കൂടി ചേർന്ന് നക്ഷത്രമാകാൻ ശ്രമിച്ച് പരാജയപ്പെട്ടുപോയ ഇവർ പ്ലാനറ്റായി മാറുകയാണ് ചെയ്യുന്നത്. ഇവ മറ്റൊന്നിൻ്റെയും ഗ്രാവിറ്റേഷണൽ ഇൻട്രാക്ഷനിൽ അല്ലാത്തത് കാരണം സ്പേസിലൂടെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനെ ലക്ഷക്കണക്കിന് റോ പ്ലാനറ്റ്സ് അല്ലെങ്കിൽ ഇൻ്റർസ്റ്റെല്ലാർ പ്ലാനറ്റ്സ് ഉണ്ടെന്നാണ് ശാസ്ത്രജ്ഞർ കരുതുന്നത്. നക്ഷത്രങ്ങളിൽ നിന്നുള്ള പ്രകാശം ലഭിക്കാത്തതിനാൽ ഇരുട്ടിൽ സഞ്ചരിക്കുന്ന ഈ ഗ്രഹങ്ങൾ തണുത്തുറഞ്ഞ അവസ്ഥയിലാണ്. -200°C മുതൽ -250°C വരെയാണ് ടെമ്പറേച്ചർ. എന്നാൽ ഒരു അന്തരീക്ഷമുള്ള ഗ്രഹങ്ങളിൽ ഉള്ളിലെ ചൂട് നിലനിൽക്കാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് ജൂപ്പിറ്റർ പോലെയുള്ള റോ പ്ലാനറ്റുകളിൽ. എന്നാൽ പുതുതായി രൂപം കൊണ്ട യങ് റോ പ്ലാനറ്റുകളുടെ ഇന്നർ കോറിൽ ചൂടുണ്ടാകും. ഇതിന് ഉദാഹരണമാണ് PSOJ 318.5-22 എന്ന യങ് റോ പ്ലാനറ്റ്. ഈ പ്ലാനറ്റിൻ്റെ ഇന്നർ കോറിലെ ടെമ്പറേച്ചർ 800°C ആണ്. ഇന്നർ കോറിലെ ഈ ചൂട് ഇൻഫ്രാറെഡ് ലൈറ്റായി പുറത്തുവിടുന്നു. ഇത് നമുക്ക് കാണാൻ സാധിക്കില്ല. എന്നാൽ ഇൻഫ്രാറെഡ് ടെലസ്കോപ്പ് ഉപയോഗിച്ച് ഡിറ്റക്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇങ്ങനെയാണ് ശാസ്ത്രജ്ഞർ യങ് റോ പ്ലാനറ്റുകളെ കണ്ടെത്തുന്നത്. എന്നാൽ മറ്റുള്ള റോ പ്ലാനറ്റുകളെ എങ്ങനെ കണ്ടെത്തും? സ്വന്തമായി നക്ഷത്രമില്ലാത്തതിനാൽ പൂർണ്ണമായി ഇരുട്ടിൽ കഴിയുന്നവയെ ടെലസ്കോപ്പ് ഉപയോഗിച്ച് കണ്ടെത്തുക അസാധ്യമായ കാര്യമാണ്. ഇതിനായി ഗ്രാവിറ്റേഷണൽ മൈക്രോ ലെൻസിംഗ് എന്ന ടെക്നിക്കാണ് ശാസ്ത്രജ്ഞർ ഉപയോഗിക്കുന്നത്. ഒരു റോ പ്ലാനറ്റ് ദൂരെയുള്ള നക്ഷത്രത്തിൻ്റെ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ പ്ലാനറ്റിൻ്റെ ഗ്രാവിറ്റി കാരണം ആ നക്ഷത്രത്തിൻ്റെ ലൈറ്റ് ബെൻഡ് ചെയ്യും. ഇതിന് ഗ്രാവിറ്റേഷണൽ മൈക്രോ ലെൻസിംഗ് എന്നാണ് പറയുന്നത്. എന്നാൽ ഈ സംഭവം വളരെ പെട്ടെന്നും അതുപോലെ ഒറ്റവട്ടം മാത്രം സംഭവിക്കുന്നതാണ്. അതിനാൽ വളരെ ശ്രദ്ധയും പഠനവും ആവശ്യമാണ്. ഗ്രഹം ആ നക്ഷത്രത്തെയാണ് വലയം വയ്ക്കുന്നതെങ്കിൽ വീണ്ടും നക്ഷത്രത്തിൻ്റെ മുന്നിലൂടെ കടന്നു പോകും. എന്നാൽ ഇങ്ങനെയുള്ള റോ പ്ലാനറ്റ്സ് പ്രപഞ്ചത്തിലൂടെ അനന്തമായി സഞ്ചരിക്കുന്നതിനാൽ വീണ്ടും ആ ഗ്രഹത്തെ പഠിക്കാൻ സാധിക്കില്ല. ഇങ്ങനെ 2011 കണ്ടെത്തിയ ഒരു റോ പ്ലാനറ്റാണ് MOA 2011 BLG 262.
നമ്മുടെ സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങൾ ഒരു നിശ്ചിത വേഗതയിലാണ് സഞ്ചരിക്കുന്നത്. എന്നാൽ റോ പ്ലാനറ്റുകളുടെ വേഗത എപ്പോഴും ഒരേപോലെ ആയിരിക്കില്ല, അവ വ്യത്യാസപ്പെടും. ശാസ്ത്രജ്ഞർ വിലയിരുത്തുന്നത് പല റോ പ്ലാനറ്റുകളും 30 മുതൽ 100 km/s വരെ വേഗതയിൽ സഞ്ചരിക്കും എന്നാണ്. നമ്മൾ അയച്ച വോയേജർ 1 സ്പേസ് ക്രാഫ്റ്റിൻ്റെ വേഗത 17 km/s ആണ് എന്ന് ഓർക്കണം. ശാസ്ത്രജ്ഞർ 2013 കണ്ടെത്തിയ PSOJ 318.5-22 എന്ന റോ പ്ലാനറ്റിൻ്റെ വേഗത 80 km/s ആണ്. അതായത് 2,88,000 km/h പ്രപഞ്ചത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വേഗതയിൽ ഒരു ഇൻ്റർസ്റ്റെല്ലാർ പ്ലാനറ്റ് നമ്മുടെ സോളാർ സിസ്റ്റത്തിൻ്റെ അടുത്ത് വന്നാൽ ഇവിടെയുള്ള ഗ്രഹങ്ങളെ തട്ടിത്തെറിപ്പിക്കാൻ സാധ്യതയുണ്ട്. പ്ലാനറ്റിന് ഇത്രയും അധികം വേഗത ലഭിക്കാൻ കാരണമുണ്ട്. ഒന്ന്, മറ്റേതെങ്കിലും വലിയ സ്റ്റാറിൻ്റെയോ പ്ലാനറ്റിൻ്റെയോ ഗ്രാവിറ്റേഷണൽ ഇൻട്രാക്ഷൻ വഴി വലിച്ചെറിയപ്പെടുന്നതാണ്. അല്ലെങ്കിൽ ഒരു ഗ്രഹം ബ്ലാക്ക് ഹോളിൻ്റെ അടുത്തുകൂടെ പോകുമ്പോൾ അതിൻ്റെ ശക്തമായ ഗ്രാവിറ്റേഷണൽ പുള്ള് ഗ്രഹത്തെ സ്ലിംഗ് ഷോട്ട് പോലെ തള്ളിവിടാം. ഇത് ഗ്രാവിറ്റി അസിസ്റ്റ് പോലെയാണ്. മറ്റൊരു കാരണം സൂപ്പർനോവ എക്സ്പ്ലോഷനാണ്. ഒരു വലിയ നക്ഷത്രം സൂപ്പർനോവയായി പൊട്ടിത്തെറിക്കുമ്പോൾ ആ സ്റ്റാർ സിസ്റ്റത്തിൻ്റെ ഉള്ളിലുള്ള ഗ്രഹങ്ങൾ അതിശക്തമായി പുറത്തേക്ക് തെറിക്കാം. ഇതിനെ കിക്ക് വെലോസിറ്റി എന്ന് വിളിക്കുന്നു. ഇത് റോ പ്ലാനറ്റുകൾക്ക് വേഗത നൽകുന്ന പ്രധാന കാര്യങ്ങളിൽ ഒന്നാണ്. എന്നാൽ എന്നും ഒരേ വേഗതയിൽ ഈ ഇൻ്റർസ്റ്റെല്ലാർ പ്ലാനറ്റ്സുകൾക്ക് സഞ്ചരിക്കാൻ കഴിയില്ല. മറ്റ് നക്ഷത്രങ്ങളുടെയോ പ്ലാനറ്റ്സിൻ്റെയോ ആകർഷണ വലയത്തിൽപ്പെട്ടാൽ സ്പീഡ് കുറയാം. സ്വന്തമായി നക്ഷത്രമില്ലാത്ത ഗ്രഹം, പ്രപഞ്ചത്തിൽ അനന്തമായി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഗ്രഹം, ചുറ്റുമെങ്ങും ഇരുട്ടുകൊണ്ട് മൂടപ്പെട്ട ഒരു ഗ്രഹം. ഇങ്ങനെയൊരു ഗ്രഹത്തിൽ ജീവനുണ്ടാകുമോ? ജീവൻ സാധ്യമല്ല എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ അങ്ങനെ പറയാൻ വരട്ടെ. ചില സ്പെഷ്യൽ കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഇവിടെ ജീവൻ ഉണ്ടാകാമെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. ഇതൊരു ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ് ആണെങ്കിൽ, അഥവാ മണ്ണും പാറയും നിറഞ്ഞ ഗ്രഹമാണെങ്കിൽ ഇവിടെ ജീവന് സാധ്യതയുണ്ട്. ലൈറ്റ് എനർജി ലഭിക്കാത്തതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ഗ്രഹങ്ങൾ തണുത്തുറഞ്ഞ അവസ്ഥയിലാണ്. എന്നാൽ ഇൻറ്റേർണൽ ഹീറ്റ് വഴി, അഥവാ കോറിൽ നിന്നുള്ള ഹീറ്റ് വഴി ഗ്രഹത്തിന് ചൂട് ലഭിക്കും. ഗ്രഹത്തിന് ഹൈഡ്രജൻ അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് നിറഞ്ഞ തിക്കായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ടെങ്കിൽ ഇത് ഹീറ്റ് ട്രാപ്പ് ചെയ്യും. ഇതുവഴി ഐസ് ഉണ്ടാകാനും അവിടെ ലിക്വിഡ് വാട്ടർ ഉണ്ടാകാനും കാരണമാകും. ഇതുപോലുള്ള ഗ്രഹങ്ങളിൽ നക്ഷത്രത്തിൽ നിന്നുള്ള റേഡിയേഷൻ ഇല്ലാത്തതിനാൽ ഇത് അവിടെ ജീവൻ ഉണ്ടാകുന്നതിന് തടസ്സമാകില്ല. സോളാർ വിൻഡ് പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാത്തതിനാൽ ഗ്രഹത്തിൻ്റെ അന്തരീക്ഷത്തെ ഇത് നശിപ്പിക്കില്ല. ഇവിടെ ഐസിൻ്റെ അടിയിൽ ചിലപ്പോൾ ലിക്വിഡ് വാട്ടർ പോസിബിൾ ആണ്. ഇന്നർ കോറിൽ നിന്നുള്ള ഹീറ്റ് വഴി ഇത് സാധ്യമാണ്. ഇവിടെ ലൈഫ് ഉണ്ടെങ്കിൽ അത് മൈക്രോബിയൽ ലൈഫ് ആവാനാണ് സാധ്യത. നമ്മുടെ എർത്തിൽ കടലിൻ്റെ വളരെ അടിയിൽ ലൈറ്റ് ഇല്ലെങ്കിൽ കൂടി ഹൈഡ്രോതെർമൽ വെൻറ്റുകൾ വഴി ജീവൻ നിലനിൽക്കുന്നുണ്ടല്ലോ. സമാനമായ കാര്യം ഇവിടെയും സാധ്യമാണ്. ജൂപ്പിറ്ററിൻ്റെ ചന്ദ്രനായ യൂറോപ്പയിൽ സമാനമായ സാഹചര്യമാണുള്ളത്. ഇവിടെ ജീവൻ ഉണ്ടോ എന്ന് ശാസ്ത്രജ്ഞർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു വിചിത്രമായ കാര്യമെന്നാൽ ചില റോ പ്ലാനറ്റുകൾക്ക് മൂൺ ഉണ്ടെന്നുള്ളതാണ്. ടൈഡൽ ഹീറ്റിംഗ് വഴി മൂണിന് ഗ്രഹത്തിൽ ടെമ്പറേച്ചർ കൂട്ടാൻ കഴിയും. എന്നാൽ ഈ കണ്ടീഷൻസ് എല്ലാം ഒത്തുവന്നാൽ മാത്രമേ ഇവിടെ ജീവൻ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. അതും ബാക്ടീരിയ പോലത്തെ മൈക്രോബിയൽ ലൈഫ് മാത്രം. ഇവയ്ക്ക് പ്രകാശം ഇല്ലാത്തയിടത്തും ജീവിക്കാൻ സാധിക്കും. ആസ്ട്രോഫിസിക്സായ ഷോൺ റീമൻ ഒരിക്കൽ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്, തിക്കായിട്ടുള്ള അറ്റ്മോസ്ഫിയറുള്ള റോ പ്ലാനറ്റുകൾക്ക് വർഷങ്ങളോളം അതിൻ്റെ ഉള്ളിലെ ചൂട് നിലനിർത്താൻ സാധിച്ചാൽ ജീവനുണ്ടാകാൻ അത് ധാരാളമാണെന്ന്. 2013 കണ്ടെത്തിയ റോ പ്ലാനറ്റാണ് PSOJ 318.5-22. 80 ലൈറ്റ് ഇയേഴ്സ് അകലെയാണ് ഈ ഗ്രഹമുള്ളത്. ഇതിൻ്റെ മാസ് 6.5 ജൂപ്പിറ്റർ മാസാണ്. ഇത്രയും വലിയ ഗ്രഹമായതിനാൽ ഇതൊരു ഗ്യാസ് ജയൻ്റ് ആവാനാണ് സാധ്യത. എന്നാൽ എർത്തിൻ്റെ സൈസുള്ള റോ പ്ലാനറ്റാണ് 2020 കണ്ടെത്തിയ OGLE 2016 BLG 1928. ഗ്രാവിറ്റേഷണൽ മൈക്രോ ലെൻസിംഗ് വഴിയാണ് ഈ പ്ലാനറ്റിനെ കണ്ടെത്തിയത്. ലൈറ്റിൻ്റെ കർവ് ലാസ്റ്റ് ചെയ്തത് 42 മിനിറ്റ് മാത്രമാണ്. അതിനർത്ഥം ഇതൊരു സ്മോൾ പ്ലാനറ്റ് ആണെന്നുള്ളതാണ്. ഇതിൻ്റെ ഡിസ്റ്റൻസ് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല, കാരണം ഇതിൻ്റെ ചെറിയ വലിപ്പം തന്നെ. വിചിത്രമായ ഇങ്ങനെയുള്ള റോ പ്ലാനറ്റുകളിൽ അല്ലെങ്കിൽ ഇൻ്റർസ്റ്റെല്ലാർ പ്ലാനറ്റുകളിൽ ജീവനുണ്ടാകാനുള്ള സാധ്യത കുറവാണ്. എന്നാൽ ഏതെങ്കിലും പ്ലാനറ്റുകളിൽ ഉണ്ടെങ്കിൽ ആ പ്രപഞ്ചത്തിലൂടെ കിലോമീറ്ററോളം സഞ്ചരിക്കുന്നുണ്ടാവാം. ഒരിക്കൽ ഭൂമിക്ക് അടുത്തുകൂടെ ഏതെങ്കിലും റോ പ്ലാനറ്റുകൾ വന്നാൽ അവയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും.